ടോമോ മീഡിയയിലേക്ക് സ്വാഗതം. പുല്ലമ്പാറ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഓരോ വാർഡിലും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പേരും അതുപോലെ തന്നെ അവരുടെ ഭൂരിപക്ഷ നിലയും അറിയിക്കുകയാണ്. വാർഡ് 1 പന്തപ്ലാവിക്കോണം പ്രീത മനോജ് LDF സ്ഥാനാർത്ഥിയാണ്. 219 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വാർഡ് 2 വെള്ളുമണ്ണടി ഗോപൻ M NDA സ്ഥാനാർത്ഥി 95 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. വാർഡ് 3 പേരുമല ജയകുമാരി UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. 86 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വാർഡ് 4 മുത്തിപ്പാറ B ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. 272 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വാർഡ് 5 പുല്ലമ്പാറ റാണി സുനിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. 158 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വാർഡ് 6 കൂനൻവേങ്ങ സതികുമാരി UDF സ്ഥാനാർത്ഥി 8 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വാർഡ് 7 പാണയം അശ്വതി LDF സ്ഥാനാർത്ഥി 41 വോട്ടിൻ്റെ ഭൂരിപക്ഷം. വാർഡ് 8 ചുള്ളാളം സിറാജുദ്ദീൻ UDF സ്ഥാനാർത്ഥി 94 വോട്ടിൻ്റെ ഭൂരിപക്ഷം. വാർഡ് 9 മുക്കുടിൽ കൊച്ചനി സിബീഷ് LDF സ്ഥാനാർത്ഥി 39 വോട്ടിൻ്റെ ഭൂരിപക്ഷം. വാർഡ് 10 മാങ്കുഴി EA മജീദ് LDF സ്ഥാനാർത്ഥി 131 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വാർഡ് 11 പാലം മിനിയാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി 220 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. വാർഡ് 12 തേമ്പാമൂട് ചന്ദ്രിക UDF സ്ഥാനാർത്ഥിയാണ്. 434 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വാർഡ് 13 ആട്ടുകാൽ സജീവൻ LDF സ്ഥാനാർത്ഥി 144 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വാർഡ് 14 പാലാങ്കോണം R മുരളി LDF സ്ഥാനാർത്ഥിയാണ്. 110 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വാർഡ് 15 നാഗരകുടി പിച്ചുമംഗലം നാസർ UDF സ്ഥാനാർത്ഥിയാണ്. 18 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വാർഡ് 16 കുറ്റിമൂടാണ് വിജി VS LDF സ്ഥാനാർത്ഥിയാണ്. 206 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച LDFിൻ്റെ സ്ഥാനാർത്ഥി പന്തപ്ലാവിക്കോണത്തെ പ്രീത മനോജാണ്. 219 വോട്ടാണ്. ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ച ഭൂരിപക്ഷത്തിൽ ലഭിച്ച LDFിൻ്റെ സ്ഥാനാർത്ഥി മുക്കുടിൽ വാർഡിൽ ജയിച്ച കൊച്ചനിയാണ്. 39 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ഇനി കോൺഗ്രസിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കരസ്ഥമാക്കിയത് തേമ്പാമൂട് വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ചന്ദ്രികയാണ്. 434 വോട്ട്. കോൺഗ്രസിൽ ഏറ്റവും കുറച്ച് വോട്ട് കരസ്ഥമാക്കിയത് കൂനമേങ്ങ വാർഡിലെ സതികുമാരിയാണ്. 8 വോട്ട്. തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ വാർത്തകളുമായി ഞങ്ങൾക്കൊപ്പം കൂടിയ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു.